ഞാൻ ആദ്യമായിട്ട് കുംഭമേളയ്ക്ക് പോകുന്നത് തന്നെ കേരളോർമയിലെ SFI കാലത്ത്. ആണോ? ഓ! ഇടതുപക്ഷ സംഘടനാ രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് വളരെയേറെ നമ്മൾ പല രീതിയിൽ പരാമർശിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ വിഷയമാകുന്ന ഒന്നാണ് ഇന്ത്യൻ ആധ്യാത്മികതയിലെ പല വിഷയങ്ങളും. സ്പിരിച്വൽ റിപ്പോർട്ടിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം ക്ലാസ്സുകളിൽ നമ്മൾ അതുവരെ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും കേട്ടു തുടങ്ങി. അപ്പോൾ ആചാര്യന്മാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളവിടെ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ നമ്മളെന്താണോ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകത്തെ പരിചയപ്പെടുക. അപ്പോൾ അത് ഞാൻ അതിനെ വിശ്വാസത്തിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ ഭാഗമായിട്ടല്ല പറയുന്നത്, യുക്തി കൊണ്ട് അതാണ് കൂടുതൽ സമ്മതമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ആംബിഷൻ ഉണ്ടാവുമല്ലോ മനുഷ്യൻ്റെ ഉള്ളിൽ, ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ വരുമ്പോൾ. അങ്ങനെയൊക്കെ ആ പൊസിഷന് ഉത്തരവാദിത്തമായിട്ടാണോ അതൊരു ഒരു ഒരു വലിയ മാന്യമായൊരു പൊസിഷനായിട്ടാണ് അങ്ങ് എടുത്തിട്ടുള്ളത് ഉള്ളിൽ? ശങ്കരാചാര്യരുടെ ജന്മഭൂമിയിൽ ഈ ധർമ്മത്തെ, ഈ പാരമ്പര്യത്തെ കൂടുതൽ പ്രചരിപ്പിക്കാനുള്ള, വ്യാപിപ്പിക്കാനുള്ള, ആഴത്തിലും പരപ്പിലും ശക്തമാക്കാനുള്ള ഒരു ദൗത്യമായിട്ട്, നിയോഗമായിട്ട്, ഉത്തരവാദിത്വമായിട്ടൊക്കെയാണ് കാണുന്നത്. ഈ കുംഭമേളകളിലെല്ലാവരും സന്യാസിമാർ കൂടിയിരിക്കുമ്പോൾ രണ്ട് കാര്യം പ്രധാനമായിട്ടും പറയും. ശങ്കരാചാര്യർ വന്ന് ഇതൊക്കെ വ്യവസ്ഥ ചെയ്തിട്ട് പോയി, പിന്നെ ഒരു മലയാളി ഇങ്ങോട്ട് കടന്നിട്ടില്ലയാണ്. നമസ്തേ, എല്ലാവർക്കും യതീഷിലേക്ക് സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ജീവിതത്തിന് അത്യപൂർവമായ ചില പരിവർത്തനങ്ങൾ നമ്മൾ മാറി നിന്ന് കാണുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അത് കണ്ട് അതിൽ നിന്ന് തോന്നിയ ചില ബഹുമാനം, അതിൽ നിന്ന് തോന്നിയ ചില ചിന്തകൾ ഒത്തിരി സമയം പങ്കുവയ്ക്കാൻ സാധിച്ചു. ആദ്യമായി ഞാൻ കാണുന്നത് കാശിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ചില സ്ഥലങ്ങൾ നമ്മൾ ചില വ്യക്തികൾ കാണുമ്പോൾ ചില സ്ഥലങ്ങൾ ആ വ്യക്തിയിലും ആ കാണുന്ന നിമിഷത്തെയും പരിപൂർണമായി ധന്യമാക്കിയ ഒരവസ്ഥയാണ് എനിക്കുണ്ടായത്. അപ്പം പരിവർത്തനം എന്നും സാധ്യമാക്കലാണ് യതീഷയുടെ ഉദ്ദേശവും. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളത്, ഞാൻ ആ വ്യക്തിയെ വളരെ ആദരവോടെയും അതിലേറെ വളരെ മനസ്സിലുള്ള സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുകയാണ് എന്നുള്ളത് ആനന്ദവന സ്വാമി ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരാണ്. പത്രപ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി ഹിമാലയ സാനുക്കളിലെ നിശബ്ദതയിലേക്ക് ചേക്കേറി അവിടെ നിന്ന് കേരളത്തിൽ അത്യപൂർവമായുള്ളൊരു അപൂർവമായൊരു നേട്ടം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്വാമിയെ എല്ലാ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യണം. നമോ നാരായണ. കുംഭമേളയുടെ സമയത്താണ് അത് സംഭവിക്കുകയും ചെയ്തത്. എനിക്ക് 2025 അല്ലേ, ആ സമയത്ത് എല്ലാവർക്കും പരിചയമാവുന്നത് അങ്ങേ കുംഭമേളയുടെ വീഡിയോകളിൽ നിന്നാണ്. അങ്ങനെ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, പക്ഷേ സാധാരണക്കാരായ ഞങ്ങളെപ്പോലെ ആൾക്കാർ കാണുന്ന അവിടെയാണ്. അപ്പോൾ അധികം മുഖവരെ എപ്പോഴും പറയാറില്ല, പക്ഷേ അങ്ങേപ്പറ്റി 2 വാക്ക് പറയണം തോന്നിയുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എപ്പോഴും ഈ സന്യാസിവര്യന്മാരെ കാണുമ്പോൾ ഒരു ജീവിതത്തിൽ വലിയൊരു പരിവർത്തനമാണ് സന്യാസം സാധാരണ ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഒരു ചലക്കുടിയിൽ ജനിച്ച ഒരു സാധാരണ ഒരു നല്ലൊരു കുടുംബത്തിൽ ജനിക്കുക, അമ്മ അധ്യാപക, അങ്ങനൊരു എന്താ പറയുക, അന്നൊക്കെ ഒരു വലിയ നല്ല വിദ്യാഭ്യാസം കിട്ടാനുള്ള മഹാഭാഗ്യം അങ്ങേക്കുണ്ടായി. അങ്ങ് പത്രപ്രവർത്തനത്തിൽ റാങ്ക് ഹോൾഡറാണ്. ഇങ്ങനൊരു പൊസിഷൻ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കുകയല്ലാതെ അങ്ങ് എവിടെയും പറയാറില്ല. അപ്പോൾ എനിക്ക് അറിയാനുള്ളത്, ആ ഒരു പി സനൽ നടന്നൊരു ഇന്ന് വേറൊരു വലിയൊരു എന്താ പറയുക, ബഹുമാന്യമായ ഒരു പൊസിഷനിലേക്ക് അങ്ങ് വന്നിരിക്കുകയാണ്. ചില സമയത്ത് വളരെ അസാധ്യമാണെന്ന് തോന്നുന്നൊരു കാര്യമാണത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു യാത്ര, എവിടെയാണ് അങ്ങയുടെ ജനനം, അതിലേക്ക് അതൊരിക്കലും സന്യാസിമാർ പറയാറില്ല. പക്ഷെ അങ്ങ് എന്താ പറയുക, വളരെ ഡിഫറൻ്റായിട്ട് എല്ലാവരോടും വളരെ അടുത്ത് പെരുമാറുന്നതായതുകൊണ്ട് ഒരു സൗഹൃദ സംഭാഷണം എന്നല്ല ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ യാത്ര? എങ്ങനെയാണ് യാത്ര എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം കൊണ്ട് ഉണ്ടായത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ചില നിർണായകമായിട്ടുള്ള വഴിതിരിവുകളുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ചില സംഭവങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതമുടനീളം ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഒഴുക്കായിരുന്നു. അപ്പം അതിൽ ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും തടസ്സങ്ങളോ, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിൽ എന്തെങ്കിലും തടസ്സങ്ങളോ, അല്ലെങ്കിൽ തിരിയാൻ പ്രേരകമായിട്ടുള്ള വലിയ രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് ഈ
കാലം ഇനിയും ഉരുളും വിഷു വരും വർഷം വരും എന്നൊക്കെ പറയുന്നത് പോലെ കാലത്തിൻ്റെ സ്വാഭാവികത പോലെ ഓരോ സമയങ്ങളിലും ഒരു പരിവർത്തനത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരേ സമയം തുടങ്ങുകയും അത് അതിൻ്റേതായിട്ടുള്ള വഴികൾ പുരോഗമിച്ച് ഇങ്ങനെ ഓരോ വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന എത്തിയിരിക്കുന്നു എന്നുള്ളതേ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്നിലും നമ്മൾ മുമ്പുണ്ടായിരുന്ന ഓരോ കാര്യത്തിൽ നിന്നും നമ്മൾ മാറുന്നതിനോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വേറെ വഴികളിലേക്ക് പോകുന്നതിനോ ഒന്നും അങ്ങനെ ഒരു പ്രത്യേക കാരണം അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവം അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ എങ്കിലും അങ്ങ് എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോഴും അങ്ങ് നമ്മൾ കാശിൽ സംസാരിക്കുന്ന സമയത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അന്നൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ലേ, അത് വലിയൊരു കാലഘട്ടമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ അങ്ങേക്ക് കിട്ടുവാനും പല സ്ഥലങ്ങളിലും അങ്ങ് എന്താ പറയുക ടോപ്പ് മോസ്റ്റ് ആയിട്ട് മാർക്ക് മേടിക്കുക അല്ലെങ്കിൽ അതിൽ ടോപ്പായിട്ട് നിൽക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മളൊരു മോങ്ക് ആവുന്നതിന് അപ്പുറം നമ്മൾ സന്യാസിക്കപ്പുറം ഭൗതിക സാഹചര്യങ്ങളിലൂടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ ഒരു ഡിഫറെൻറ്റ് ലീഡിൽ പോയിരുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും അങ്ങ് ചിലപ്പോൾ അത് വളരെ ഒഴുക്കായിട്ട് കാണുന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് നോക്കുന്ന ഭൗതികപരമായി നമ്മൾ നോക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ പരിവർത്തനമാണ്. അപ്പോൾ ആ ഒരു അമ്മാവൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പഠനത്തിലുണ്ടായ ഇൻഫ്ലുവൻസ്, അമ്മ ടീച്ചറായിരുന്നു അല്ലേ, അപ്പോൾ ചാലക്കുടി അവിടുത്തെ ഒരു ജീവിതവും പിന്നീട് കേലോർമ പോലത്തെ ഒരു വലിയ പ്രസ്ഥാനത്തിലേക്കും അതുപോലെ ആ കോളേജിലേക്കും വരുന്ന ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഒന്ന് അങ്ങ് നമ്മളന്ന് സംസാരിച്ചതിൻ്റെ ശരിക്കും അങ്ങ് ഒരു റീകളക്ട് ഇല്ല എന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പഠിച്ചത്, അത് പഠിക്കാൻ വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അതെ 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 ആ ഒരു ഇത് അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സ്കൂൾ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്യാമ്പയിനിങ് നടക്കുമ്പോൾ പേപ്പർ അപ്പോൾ ഈ അധ്യാപകരുടെ ഒരു കുടുംബത്തിൽ നിന്നായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉപയോഗിക്കും എന്നുള്ളൊരു ഇതിൽ അവർ വരുമ്പോൾ അമ്മയുടെ അച്ഛൻ മുത്തച്ഛൻ ആ സമയത്ത് ഈ സ്കൂളിൽ ചേരാൻ പ്രായമായിട്ടുള്ളത് തൻ്റെ താല്പര്യം എന്താണ് എന്ന് ചോദിക്കുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ അമ്മ നമുക്കത് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായിട്ടോ അങ്ങനെയല്ല, അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിച്ചാൽ മതി എന്നുള്ള നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം അയാളുടെ തീരുമാനം അയാളാണല്ലോ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ്. പക്ഷെ അത് വലിയൊരു എനിക്കത് എന്തുകൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെയുള്ള പ്രായത്തിൽ സ്വന്തം തീരുമാനം എടുപ്പിക്കാൻ അല്ലെ സ്വന്തം തീരുമാനം എടുക്കാൻ പ്രാപ്തനാക്കുന്ന ഒരു ടെൻഡൻസ് അല്ല ശരിക്കും പറഞ്ഞത്. അങ്ങോട്ട് ചോദിച്ചിട്ട് അന്നേക്ക് എത്ര വയസ്സുണ്ടാവും? അന്ന് 1ാം ക്ലാസ്സിൽ ചേരുന്നതിൻ്റെ ഒരു പ്രായം 5 അത് ചോദിക്കാൻ അങ്ങേക്ക് എവിടെയാണ് പഠിക്കേണ്ടത് അല്ലേ? അതെ 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 അതെ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ഒരു ഇതുകൊണ്ട് പറയുന്നത് നമ്മളങ്ങനെ ഒരു തീരുമാനം എടുക്കുക ഒരു ഇതിലൊന്നും അല്ല. നമ്മളതിൻ്റെ നമ്മുടെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് അമ്മ പഠിപ്പിക്കുന്നിടത്ത് പഠിച്ചാൽ നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം, അറിയില്ല. അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിച്ച നാട്ടിൻപുറത്തൊരു സാധാരണ സ്കൂളാണ്, ഒരു എയ്ഡഡ് സ്കൂളായിരുന്നു. ചാലക്കുടിക്ക് അടുത്ത് കാടുകുറ്റി എന്ന് പറയുന്ന ഒരു ഗ്രാമസ്ഥലത്ത് അവിടെയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ 10ാം ക്ലാസ് അത് കഴിഞ്ഞിട്ട് അന്ന് പ്രീ ഡിഗ്രിയാണ്, +2 അല്ല, ക്രൈസ്റ്റ് കോളേജിലായിരുന്നു, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് പ്രീ ഡിഗ്രി. പിന്നെ കേരളോർമ കോളേജിലാണ് ഡിഗ്രി PhD. അതിനുശേഷം പ്രസ് അക്കാഡമിയിലാണ് ജേർണലിസം. കേരളോർമ കാലത്താണ് ക്രൈസ്റ്റ് കോളേജിലും ആ കോളേജ് പഠനകാലത്താണ് നമ്മളൊരു സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നത്. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാരവാഹിയൊക്കെ ആയിരുന്നു. പിന്നെ അത് പൂർണ്ണമായിട്ടും ആ ഒരു സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടാണ് പത്രപ്രവർത്തനത്തിൻ്റെ വഴിയിലേക്ക് തിരിയുന്നത്. പിന്നെ മാതൃഭൂമിയിലുണ്ടായിരുന്നു, ഈ പ്രസ് അക്കാഡമിയിൽ തന്നെ PRDയുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസ് അക്കാഡമിയിൽ തന്നെ എൻ്റെ മാഗസിൻ്റെ എഡിറ്റോറിയൽ ചുമതലയിലുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനൊരു വഴിയിലേക്ക് വരുന്നത്. പക്ഷേ ആ കാലത്ത് ഈ പ്രസ് അല്ലെങ്കിൽ ഈ ജേർണലിസം കാലത്താണല്ലോ അങ്ങനെ യാത്രകൾ കൂടുതൽ അല്ലേ? അല്ല, അത് ഞാൻ മുന്നേ ഉണ്ടോ? ഞാൻ ചില ഇൻ്റർവ്യൂകളിലോ അല്ലെങ്കിൽ അതിലൊക്കെ വന്നിരിക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് കുംഭമേളയ്ക്ക് പോകുന്നത് തന്നെ കേരളോർമയിലെ SFI കാലത്തെ. ആണോ? ഓക്കെ. ഞാൻ അങ്ങനെ അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അന്നാണ് ആദ്യമായിട്ട് പോകുന്നതല്ലേ? അത് 2001 അന്നൊരു സമരം വലിയ രീതിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമരത്തിൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള അതിൻ്റെ ഒരു ഇതുകൊണ്ടൊക്കെ പല കേസുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ജാമ്യമില്ലാത്ത കേസുകൾ എന്നുള്ള രീതിയിൽ, നോൺ ബെയിലബിൾ കേസുകൾ എന്നുള്ള രീതിയിൽ കുറച്ച് കേസുകൾ വന്ന സമയത്ത് പോലീസ് തന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസ് തന്നെ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ ചിലതിൽ നമ്മൾ റിമാൻഡിലാവുകയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുമ്പോൾ ചിലതിൽ പോലീസ് നമ്മളുടെ അടുത്ത് പറയും ഒന്ന് മാറിയെന്നോളൂ, കാരണം അല്ലെങ്കിൽ ചില പൊളിറ്റിക്കൽ പ്രഷറുകൾ വരും. അപ്പോൾ അവർക്കും അതിനൊരു ഇതാവാതെ അപ്പോൾ നമ്മൾ ഒന്ന് മാറി നിൽക്കാനായിട്ട് പല പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള ആളുകൾ അങ്ങനെ മാറി നിൽക്കുക. കാരണം അല്ലെങ്കിൽ നമുക്ക് ആ സമരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പോഴാണ് പത്രത്തിൽ ചെറിയൊരു വാർത്ത, ഇന്നത്തെ പോലെ വലിയ വാർത്തയൊന്നുമല്ല, പ്രയാഗ്രാജിലെ കുംഭമേള തുടങ്ങുന്നു,
അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ കയറി നേരെ പ്രയാഗ്രാജിലേക്ക് വരികയാണ് ഉണ്ടായത്. ഞാൻ ഒരു കാശിയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ക്രൈസ്റ്റ് കോളേജിൽ ആ ഒരു വിദ്യാഭ്യാസ കാലത്താണ്. ഒരു യൂണിവേഴ്സിറ്റി കലോത്സവമായി ബന്ധപ്പെട്ട് വരും. അതിന് മുമ്പ് തന്നെ നമ്മളൊരു ഈ 10ാം ക്ലാസ് വരെയുള്ളൊരു സമയത്ത് കേരളത്തിലെ യാത്രകളും അതിനുശേഷം കേരളത്തിലേക്കുള്ള പുറത്തേക്കുള്ള യാത്രകളും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രിഡോമിനൻ്റ്ലി കാശി, ഹരിദ്വാർ, ഋഷികേശ് പോലുള്ള സ്ഥലങ്ങളാണല്ലോ അത് എനിക്ക് തോന്നുന്നു, ഹിമാലയം വരെ അല്ലേ. അപ്പോൾ ഇതിൽ ഈ യാത്ര കഴിഞ്ഞ് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നു, അങ്ങ് ജോലിയിലേക്ക് കിടക്കുന്നു. അങ്ങനെയുള്ളൊരു വളരെ ജേർണലിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാ വശങ്ങളും കാണുന്ന, ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കാണുന്ന, അല്ലെങ്കിൽ ഒരു സാക്ഷിയെ പോലെ ചില സമയങ്ങളിൽ ചില നിലപാടുകൾ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ജോലിയാണ്. അപ്പോൾ അവിടെ അതിൽ സാധാരണ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് എല്ലാവരും അല്ലേ, അതൊന്നൊരു മാറ്റം ഇല്ല. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കുന്നപ്പോൾ ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് വരണം, അല്ലെങ്കിൽ ചേഞ്ചിലേക്ക് കടക്കുകയാണെന്ന് അങ്ങേക്ക് ഇവിടെ നിന്നൊരു ഉൾവിളിയാണോ, അല്ലെങ്കിൽ നമുക്ക് തോന്നുമല്ലോ ഇതല്ല എൻ്റെ പാത്തെന്ന്, അങ്ങനെ ഒരു തോന്നൽ എവിടെയാണ് വരുന്നത്? ഒരു ഡിസിഷൻ മേക്കിംഗ് ആണല്ലോ അത്. അല്ല, ഇതല്ല എൻ്റെ പാത്തെന്ന് തോന്നലല്ല. നമ്മൾ ഇപ്പം അങ്ങേക്ക് സ്വാഭാവികമായിട്ടും അറിയാം, കാരണം ഈ കേരളത്തിലെ ഒരു ഇടതുപക്ഷ സംഘടനാ രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് വളരെയേറെ നമ്മൾ പല രീതിയിൽ പരാമർശിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ വിഷയമാകുന്ന ഒന്നാണ് ഇന്ത്യൻ ആധ്യാത്മികതയിലെ പല വിഷയങ്ങളും. ഭഗവത്ഗീതയാണെങ്കിലും അതിലെ പരാമർശങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പ്രസംഗത്തിലൊക്കെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്, അധികം ഒരു വിമർശനാത്മകമായിട്ടുള്ള കാഴ്ചപ്പാടിൽ. പക്ഷേ പത്രപ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ധാരാളം സ്പിരിച്വലായിട്ടുള്ള പ്രോഗ്രാമുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ വരും. ഇപ്പോൾ സ്വാഭാവികം എൻ്റെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഈ മനസ്സിലായ കാര്യം ഭംഗിയായിട്ട് എഴുതാനാണ് കൂടുതൽ താല്പര്യമല്ല, നമ്മുടെ ശേഷി അതാണ്. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയല്ല, നമുക്ക് ഒരു ഭാവനയിൽ നിന്ന് എഴുതാൻ പറ്റും. അത് കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു തലമാണ്. നമ്മൾ ഇത്തിരി ഒരു ഡ്രൈ ആയതുകൊണ്ട് കണ്ടതുപോലെ പറയുക എന്ന് പറയുന്ന ഒരു ഇതായതുകൊണ്ട് അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാകാതെ എഴുതരുത്. സാധാരണ ഈ സ്പിരിച്വൽ പ്രോഗ്രാമുകളൊക്കെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അത് നടത്തുന്ന കമ്മിറ്റി അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികൾ അവരൊരു പത്രക്കുറിപ്പ് തരും. അപ്പോൾ ആ പത്രക്കുറിപ്പിൽ അതിൻ്റെ തലയും പാലും ഒക്കെ ഒന്ന് വെട്ടി ഒന്ന് പത്രഭാഷയിലേക്കൊന്ന് പരിവപ്പെടുത്തിയിട്ട് നേരെ കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ ഇത് നമ്മളത് മനസ്സിലാക്കാതെ എഴുതരുത് എന്നുള്ളൊരു താല്പര്യം കൊണ്ട് നമ്മളതിനൊരു സമയം ഉണ്ടാക്കി അത്തരം കാര്യങ്ങളിൽ പോയി അത് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ഇതിൽ വന്നു. അങ്ങനെ വരികയും പിന്നെ നമ്മൾ ഈ യാത്രകളിൽ അന്നൊന്നും അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. രണ്ടാമത് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങളൊന്നും പല സ്ഥലത്തും ഇല്ല. അപ്പോൾ നമ്മൾ അത്തരം വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെയോ ഒന്നും ഭാഗമല്ലാതിരിക്കുമ്പോൾ പോലും നമ്മൾ താമസിക്കാറുള്ളതൊക്കെ യാത്രകളിലും ആശ്രമങ്ങളിലും ഒക്കെയാണ്. നമ്മൾ ഇത്തരത്തിലുള്ളൊരു ആളല്ല എന്ന് പറഞ്ഞാലും ആ ആശ്രമങ്ങളിൽ അതിനൊരു എതിർപ്പോ സ്വീകാര്യത കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതെ, നമ്മളോട് ചോദിക്കുമ്പോൾ എന്താണ്, അങ്ങനെയാണ്, വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെ. പക്ഷേ ആശ്രമത്തിൻ്റെ മര്യാദകൾ നമ്മൾ പാലിക്കണം. അവിടെ ഭക്ഷണം കഴിക്കാനുള്ളൊരു നിഷ്ഠയുണ്ട്. നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ആരതി നടക്കുന്ന ഹോളിൽ കയറിയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ചെറിയ എൻ്റെ ഒരു അവിടുത്തെ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വന്നാൽ ആ വീട്ടിലുള്ള ഒരു മര്യാദകളുണ്ട്. ആ മര്യാദകൾക്കനുസരിച്ചുകൊണ്ട് ഒരു വളരെ സ്വീകാര്യമാണ്. ചിലപ്പോൾ അവിടുത്തെ ഇത്തിരി പ്രായമായിട്ടുള്ള സന്യാസിമാരൊക്കെ ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മുടെ കൂടെ വരും, ഹരിദ്വാറോ കേദാറൊക്കെ പോകുന്നത്. അപ്പോൾ അവർ സംസാരിക്കുന്നത് മുഴുവൻ ഈ വിഷയങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്പിരിച്വൽ റിപ്പോർട്ടിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം ക്ലാസ്സുകളിൽ നമ്മൾ അതുവരെ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും കേട്ടു തുടങ്ങി. പ്രസംഗിച്ച അതേ കാര്യങ്ങളെക്കുറിച്ച്, അതേക്കുറിച്ച് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് നമ്മൾ ഈ യാത്രകളുടെ സമയത്ത് അപ്പോൾ നമ്മൾ അവിടുത്തെ ക്ലാസ്സുകളിൽ, കാരണം ഇവിടെ പത്രപ്രവർത്തനത്തിൻ്റെ ചെറിയ തിരക്കുകളുണ്ട്, യാത്രാ സമയത്ത് നമ്മൾ അത്തരം തിരക്കുകളിൽ നിന്നും മാറി നിന്നിട്ടാണല്ലോ. അപ്പോൾ അത്തരം സമയങ്ങളിൽ ആ ക്ലാസ്സുകൾ, അവിടെയുള്ള ക്ലാസ്സുകൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. സംസാരിക്കുമ്പോൾ നമുക്ക് കൂടി താല്പര്യത്തോടു കൂടി അത്തരം സംസാരങ്ങളിൽ നമ്മൾ ഭാഗഭാഗമായി തുടങ്ങി. അപ്പോൾ ആചാര്യന്മാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളവിടെ ആശ്രമത്തിലിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ സംസാരിക്കും. അങ്ങനെ നമ്മളെന്താണോ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകത്തെ പരിചയപ്പെടുക. അപ്പോൾ അത് ഞാൻ അതിനെ വിശ്വാസത്തിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ ഭാഗമായിട്ടല്ല പറയുന്നത്, യുക്തി കൊണ്ട് അതാണ് കൂടുതൽ സമ്മതമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങയുടെ യുക്തി കൊണ്ട്, അതായത് ആചാര്യന്മാരുടെ വ്യാഖ്യാനമാണ് ഭാരതീയമായിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം യുക്തിഭദ്രമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുക്തിപരമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യത്തിനെ നിരാകരിക്കാൻ വേണ്ട ഒരു താല്പര്യവും നമുക്കില്ല.
അപ്പോൾ നമുക്കതിൽ കൂടുതൽ വന്നു. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊരു കാര്യത്തിൽ താല്പര്യം വരുമ്പോൾ നമ്മളതിൽ കൂടുതൽ മുഴുകലായി. അങ്ങനെ വരുമ്പോൾ അത്തരം ഒരു ധാരയോട് ചേർന്ന് പോകാനുള്ള അവസരങ്ങൾ കൂടുതൽ വന്നു. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് സന്യാസിലേക്കൊക്കെ വരുന്നത്. വരുന്നത്. പക്ഷെ അതിനിടയിലൊന്നും ഇപ്പം ഈ യാത്രയുടെ ഇടയിൽ സന്യാസം എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു വേഷത്തിലേക്ക് അങ്ങ് മാറുകയാണ്. പല സന്യാസിമാരായിട്ട് അങ്ങ് ഇടപെട്ടിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു എന്താ പറയുക, ഉത്തരവാദിത്തം അല്ലേ, ഒരു സന്യാസി എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങേടത്ത് പല സമയത്തും വളരെ സൗഹൃദപരമായി സംസാരിക്കുന്ന സമയത്തൊക്കെ അങ്ങ് വളരെ ഉത്തരവാദിത്തത്തോടെയാണ് ചില കാര്യങ്ങളെ കാണുന്നത്. അങ്ങേക്ക് ബഹുമാനത്തെ പറ്റിയിട്ട് അങ്ങനെ വലിയ കൺസേൺ അല്ലാത്തൊരു സന്യാസിയെ ശ്രദ്ധിച്ചില്ല. എല്ലാവരോടും വളരെ അടുത്ത് നമ്മളന്ന് രാത്രി 10 മണിക്ക് തുടങ്ങിയ സംസാരവും യാത്രയും രാത്രി 5 മണി കാലത്ത് 5 മണി കാശിയിൽ അത്രയും കൊടും തണുപ്പിൽ പോലും അങ്ങ് വളരെ സിമ്പിളായിട്ട് കോട്ട് പോലും ഇടാതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനൊരു എന്താ പറയുക അവസ്ഥ, ഒരു ആംബിഷൻ ഉണ്ടാവുമല്ലോ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊസിഷന് വരുമ്പോൾ. അങ്ങനെയൊക്കെ ആ പൊസിഷന് ഉത്തരവാദിത്തമായിട്ടാണോ അതൊരു ഒരു ഒരു വലിയ മാന്യമായൊരു പൊസിഷനായിട്ടാണ് അങ്ങ് എടുത്തിട്ടുള്ളത് ഉള്ളിൽ? ഒരു നിയോഗമായിട്ടും ഒരു ഉത്തരവാദിത്വമായിട്ടുമാണ്. കാരണം സാധാരണഗതിയിൽ ഈ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ആ ഒരു പദവി എന്ന് പറഞ്ഞാൽ കുറച്ച് ദീർഘമായൊരു പ്രോസസ്സിൽ കൂടെയും അതെ ഒക്കെ എത്തിച്ചേരുന്നൊരു കാര്യമാണ്. നമുക്ക് പക്ഷേ ഇത് തവണത്തെ മഹാകുംഭമേളയിൽ ഒരു 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു അത്ഭുതം നിയോഗമാണ്. അതെ. രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഘാടയിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഘാടയിലേക്ക് വരാൻ പറയുന്നതും അവിടെ ഇതിൻ്റെ ഒരു തീരുമാനത്തെക്കുറിച്ച് പറയുന്നതും ഒക്കെ. അതിനെ കേരളത്തിൽ നിന്നാണെങ്കിൽ മലയാളികൾ എന്നുള്ള നിലയിൽ ഇതിനു മുമ്പ് 2 മഹാത്മാക്കളാണ് മഹാമണ്ഡലേശ്വരന്മാരായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഋഷിയേശിലുണ്ടായിരുന്ന രാമാനന്ദപുരി മഹാരാജ്, അദ്ദേഹം 100 വർഷത്തോളം മുമ്പായിരുന്നു മഹാമണ്ഡലേശ്വരായിരുന്നത്. രണ്ടാമത് 50 വർഷത്തോളം മുമ്പ് കാശികാനന്ദഗിരി മഹാരാജ്, അദ്ദേഹം വാരണാസിയിലായിരുന്നു, ദക്ഷിണാമൂർത്തി മഠത്തിലെ ആചാര്യനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, ശരീരത്തിലുണ്ടായിരുന്ന കാലത്ത് ഏറ്റവും വലിയ വിദ്വാനായി ഭാരതം മുഴുവൻ മാനിക്കപ്പെട്ടിരുന്ന മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് മന്ത്രദീക്ഷ സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. അദ്ദേഹം ഒരു 15 വർഷത്തോളം മുമ്പാണ് അദ്ദേഹം ബ്രഹ്മലീനനായത്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ ചെറുപ്പത്തിലെ തന്നെ കേരളത്തിൽ നിന്ന് പോവുകയും പിന്നെ ഋഷിയേശും വാരണാസിയും ഒക്കെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും പിന്നെ കേരളത്തിലേക്ക് അങ്ങനെ വന്നിട്ടേ ഇല്ല. അപ്പോൾ കേരളത്തിൽ കൂടി പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു നിയോഗം ഉണ്ടാകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 2 ജൂന അഖാഡയിൽ, അവർ രണ്ടുപേരും നിരഞ്ജിനി അഖാഡയുടെ മഹാമണ്ഡലേശ്വര. ജൂന അഖാഡയിലെ ആദ്യത്തെ മലയാളി, ജൂന അഖാഡയിലെ ആദ്യത്തെ മലയാളിയാണ് മഹാമണ്ഡലേശ്വരായിട്ട് വരുന്നത്. അപ്പം അതൊക്കെ ഇന്നത്തെ കാലത്ത് ശങ്കരാചാര്യരുടെ ജന്മഭൂമിയിൽ ഈ ധർമ്മത്തെ, ഈ പാരമ്പര്യത്തെ കൂടുതൽ പ്രചരിപ്പിക്കാനുള്ള, വ്യാപിപ്പിക്കാനുള്ള, ആഴത്തിലും പരപ്പിലും ശക്തമാക്കാനുള്ള ഒരു ദൗത്യമായിട്ട്, നിയോഗമായിട്ട്, ഉത്തരവാദിത്വമായിട്ടൊക്കെയാണ് കാണുന്നത്. അങ്ങക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്. ഇപ്പം ഞാനും ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ അത് അങ്ങ് ഒന്ന് വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ വളരെ. കാരണം ഈ ജൂന അഖാഡ വീട്ടിൽ അങ്ങയുടെ പ്രവേശനം, അത് കഴിഞ്ഞ് അങ്ങ് മഹാമണ്ഡലേശ്വരാവുന്നു. അപ്പോൾ ഈ ജൂന അഖാഡ ഐ തിങ്ക് ഈ നാഗസന്യാസി പരമ്പരയാണ് അവിടെ. അപ്പോൾ അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായൊരു പാരമ്പര്യവും ശക്തമായ സാധനാമാർഗ്ഗങ്ങളും അല്ലേ, വളരെ ശക്തമായ സാധനാമാർഗ്ഗങ്ങളിലൂടെ പോകുന്ന ഒരു യൂണിറ്റായിട്ട് തന്നെ പറയാം. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് ജൂന അഖാഡ എന്ന് നമ്മളിപ്പം ഒരു ലേമാൻ ലാംഗ്വേജ്, ഒരു സാധാരണ മനുഷ്യനോട് പറയുകയാണെങ്കിൽ എന്താണ് ഈ അഖാഡ എന്നുള്ള കോൺസെപ്റ്റ്? സന്യാസിമാരുടെ സൈന്യം. അതാണ് ആ ദണ്ട് അങ്ങയുടെ കയ്യിലല്ലേ? അല്ല, അത് അധികാരത്തിൻ്റെ, ചെങ്കോൽ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ. അധികാരത്തിൻ്റെ. അപ്പോൾ സന്യാസിമാരുടെ സൈന്യം എന്നുള്ളതാണ്. അപ്പോൾ എത്ര അഖാഡകളാണ് ശരിക്കും? 13 അഖാഡകൾ. അതിലൊരു അഖാഡയാണ് ഈ ഏറ്റവും വലിയ അഖാഡയും ഏറ്റവും പഴയ അഖാഡയുമാണ് ശ്രീ പഞ്ചദശനാം ജൂന അഖാഡ. ഓക്കെ. അപ്പോൾ അതിൻ്റെ മഹാമണ്ഡലേശ്വർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കോൺസെപ്റ്റായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയാൻ കഴിയും? അഖാഡയെ നേതൃത്വപരമായിട്ടോ വിദ്വത കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ നയിക്കുന്നവരാണ് മണ്ഡലേശ്വർമാരും മഹാമണ്ഡലേശ്വർമാരും ആചാര്യ മഹാമണ്ഡലേശ്വർ. ഓക്കെ. അപ്പോൾ ഈ ആത്മീയ തലത്തിൽ ഒരു ശരിക്കും സമാന്തരമായൊരു സ്ട്രക്ചർ അല്ലേ ശരിക്കും പറഞ്ഞാൽ? ഇപ്പം ഇന്നുള്ള സ്ട്രക്ചറിൻ്റെ ഒരു സമാന്തരമായ സ്ട്രക്ചർ. അതെ. അപ്പോൾ പക്ഷെ അങ്ങ് ഇവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ അങ്ങ് വളരെ സാധാരണക്കാരൻ. അപ്പോൾ ഞാൻ പല
നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുമല്ലോ നമ്മൾ കാശി പോലത്തെ പല സ്ഥലങ്ങളിലും പോകുമെന്നാണ്. ആ ഡിഫറൻസിയേഷൻ എന്താണ്? അല്ല, അത് അവിടെ ആചാരപരമായിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുണ്ട്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ യാത്ര ചെയ്യണം. അപ്പോൾ നമുക്കതിനെ നമുക്കത് ആ സംസ്കാരം അറിയാത്തതുകൊണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക്. തീർച്ചയായിട്ടും അതെ. അങ്ങനെ ഒരു പരിചയം, ആ തരത്തിലുള്ളൊരു പരിചയമോ കാര്യങ്ങളോ ഇപ്പോൾ കാശികാനന്ദജിയെ ഞാൻ നേരത്തെ മഹാമണ്ഡലേശ്വരായിരുന്നു, അതെ. ഞാൻ കേരളത്തിലേക്ക് 1-2 പരിപാടികൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ അടുത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം അഭ്യർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചിരിച്ചിട്ട്, പണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലും ചെല്ലാൻ എല്ലാവരും ഭയപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊക്കെ പരിചയമാകുന്ന സമയമായപ്പോഴേക്കും ഒന്നും കൂടി ഫ്രണ്ട്ലി, ഇത്തിരി ഒരു വാത്സല്യമൊക്കെ ഉള്ളൊരു മുത്തച്ഛനായിരുന്നു. സന്തോഷം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ചിരിച്ചിട്ട് പറഞ്ഞു, അത് മഹാമണ്ഡലേശ്വരെ വിളിക്കണമെങ്കിൽ ശ്രീമഹന്തോ മണ്ഡലേശ്വരോ ഉണ്ടാവണം, അത് കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രോട്ടോകോൾ പറയുകയാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു രീതിയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ പൊതുവിൽ അങ്ങനെ അത്ര പരിചിതമല്ല. ഉത്തരേന്ത്യയൊക്കെ ആയിട്ട് ബന്ധമുള്ള സന്യാസിമാർക്ക് മാത്രമാണ് അത്തരം രീതികളോ കാര്യങ്ങളോ ഒക്കെ പരിചിതം. അറിയുള്ളൂ ആ പൊസിഷനെ പറ്റിയിട്ട്, ആ പൊസിഷനെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അറിയും. അങ്ങക്ക് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഫീൽ ചെയ്യാറുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ? അവിടെ കാശിയിൽ നിന്ന് ഇവിടെ അങ്ങ് വരുമ്പോൾ എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ആളുണ്ടാവുമല്ലോ, അയാൾക്ക് തോന്നും ഇങ്ങനെയല്ല ഞാൻ സ്വീകരിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ അങ്ങേ സ്വീകരണം കിട്ടിയിട്ടില്ല എന്നല്ല. അപ്പോൾ അങ്ങനെയല്ല സ്വീകരിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ സിസ്റ്റം അങ്ങനെയല്ല എന്നങ്ങേക്ക് എവിടെയെങ്കിലും ഒരു ഫീൽ തോന്നാറുണ്ടോ? അല്ല, വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ നമ്മളൊന്ന് ഫ്രീ ആവുന്നത് ഇവിടെ വരും. അതങ്ങനെ ഉള്ളിൽ ഇപ്പോഴാ ഒരു എന്താ പറയുക, പഴയ മനുഷ്യത്തിൻ്റെ കുരുക്കൾ കിടക്കുന്നതുകൊണ്ടാണോ? ഇപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിസിറ്റ് കൂടുന്നത്. സന്തോഷം. അതായത് ആ ചിരിയെല്ലാം ഉണ്ട്. അപ്പം അവിടെ ആണെങ്കിൽ പോലും നമ്മൾ കഴിയുന്നതും വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രം ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും, ഈവൻ CRPF ഒരു പ്രൊട്ടക്ഷൻ, അതായത് അവിടെ ഗവൺമെൻറ് പ്രോട്ടോകോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പദവിയാണ് മഹാമണ്ഡലേശ്വർ. അതെ. അപ്പോൾ കുംഭമേളയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എസ്കോർട്ട് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. കുംഭമേളയിലൊക്കെ നമുക്ക് അങ്ങനെ മാത്രമേ നിൽക്കാൻ കഴിയൂ. അപ്പം അല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ ശരിക്കും നമ്മുടെ യാത്രകളൊക്കെ അങ്ങനെ അറിയിക്കണം, ആ രീതിയിൽ യാത്ര ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതെ, സത്യം മറ്റൊരു വളരെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് പോകാൻ പറ്റാത്തൊരു ഒരു നമ്മൾ ഏത് വലിയ പൊസിഷനെ പറ്റി ആലോചിക്കുമ്പോഴും ആ ഒരു പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഇവിടെ ഇപ്പം ജൂന അഖാഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് കാശിയിലാണോ? അതെ, ജൂന അഖാഡയുടെ ആസ്ഥാനം കാശിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങയുടെ അന്ന് സംസാരിക്കുമ്പോൾ അങ്ങേക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ മനസ്സിൽ കടന്നു പോയതും അത് വളരെ കാഷ്വലായിട്ട് സംസാരങ്ങളൊക്കെ വന്നു. അപ്പം അങ്ങയുടെ ഇപ്പം ഈ പൊസിഷൻ എടുത്തപ്പോൾ 1 വർഷം ആവാൻ പോകുന്നു. അങ്ങയുടെ 1 വർഷം ആയോ? 1 വർഷം ജനുവരി ഈ സമയം 1 വർഷം ആവുന്നു. അപ്പോൾ ഒരു 12 മാസത്തെയും 365 ദിവസത്തെ പ്രവർത്തനം കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങ് എന്താണ് സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ, where do you see ജൂന അഖാഡ ആഫ്റ്റർ 5 years? 5 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് ജൂന അഖാഡ ഇന്ത്യയിൽ? കാരണം അങ്ങേപോലെ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ തലത്തിലും 2-3 തലങ്ങൾ അങ്ങ് പ്രവർത്തിച്ച എക്സ്പീരിയൻസും, ലാംഗ്വേജ് യു സ്പീക്ക് ഓൾ ഗുഡ് ലാംഗ്വേജ്, മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അസലായിട്ട് സംസാരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അങ്ങേക്ക് ഇന്ത്യയിൽ മൊത്തം പ്രവർത്തനത്തേക്ക് വ്യാപിപ്പിക്കുമ്പോൾ 5 വർഷം കഴിഞ്ഞാൽ എവിടെയാണ് അങ്ങയുടെ വിലയിരുത്തുന്നത്? ഒന്ന്, അങ്ങനെ നമ്മൾ ഒരു വലിയ പരമ്പരയുടെ കാര്യങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ, അതിൽ 5 വർഷമൊന്നും ഒരു വിലയിരുത്തലിനുള്ളൊരു സമയമല്ല. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു നിയോഗത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്നുണ്ടായ ഒരു ചിന്തയുടെയോ അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കുക. അത് പൂർവ്വസൂരികളായിട്ടുള്ള പലരുടെയും പല കാലത്തുണ്ടായിരുന്നൊരു സങ്കല്പം, അതിൻ്റെ ആ സങ്കല്പത്തിന് അത് പ്രകടമാകാനുള്ള സന്ദർഭം വന്നപ്പോൾ, അല്ലെങ്കിൽ അത്രത്തോളം ശക്തമായപ്പോൾ അത് നമ്മുടെ മാധ്യമത്തിൽ കൂടെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന പലതും ചിലപ്പോൾ ഭാവിയിൽ ആർക്കോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സങ്കല്പങ്ങളാവാം, ഭാവിയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടക്കാനായിട്ടുള്ള സങ്കല്പങ്ങളാവാം. ചിലപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ നിയോഗമുണ്ടാകുന്ന കാര്യങ്ങൾ മറ്റൊരുപാട് പേരുടെ സങ്കല്പങ്ങളുടെ ഒരു ഫലം. അതായത് സൃഷ്ടിച്ചതൊക്കെ അവരാണ്. അത് ഒരു ചിത്രകാരൻ
ആ ചിത്രകാരൻ വരയ്ക്കുന്ന ക്യാൻവാസ് പോലെ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന പെയിൻറ് പോലെ നമ്മളാകുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പൂർവമായിട്ടുള്ള ഒരുപാട് ആചാര്യന്മാരും മഹാത്മാക്കളുടെയും ഒക്കെ സങ്കല്പമാണ് നല്ല കാര്യങ്ങളായിട്ട് ഭൂമിയിൽ നടക്കുന്നത്. അങ്ങനെ അല്ലാത്ത ആളുകളുടെ സങ്കല്പമാണ് മോശം കാര്യങ്ങളായിട്ട് ഭൂമിയിൽ നടക്കുന്നത്. ആ ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളെല്ലാം നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലും അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രകടമാവൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ സ്വകാര്യമായിട്ട് അങ്ങയുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ചില കാര്യങ്ങളിപ്പം മുന്നോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യത്തിൽ അങ്ങേക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനൊരു ഒരു 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 ആമുഖം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് 5 വർഷമാവാം 10 വർഷമാവാം. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അങ്ങ് വന്ന അതേ സമയത്താണ് കുംഭമേള അല്ലേ? ആ സമയത്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞാൻ പല സ്ഥലത്തും അങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ആ വീഡിയോകളിലൂടെയാണ് അറിയാത്ത പലരും കുംഭമേളയെ പറ്റി അറിഞ്ഞത് അല്ലേ? അതെ. പല ചോദ്യങ്ങളും പല സ്ഥലത്തും അങ്ങ് വന്ന് പറയുന്നതും അതിനുവേണ്ടി വണ്ടികൾ അറേഞ്ച് ചെയ്യുന്നു, ട്രെയിൻ അറേഞ്ച് ചെയ്യുന്നു, യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, കൂട്ടായ്മകൾ അങ്ങ് ഇനീഷ്യേറ്റ് ചെയ്ത് പല കൂട്ടായ്മകളും തുടങ്ങുകയും പല പണ്ഡിതനായിക്കോട്ടെ അല്ലെങ്കിൽ പൈസ ഉള്ളവനായിക്കോട്ടെ പൈസ ഇല്ലാത്തവർ ഇവർക്കൊക്കെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അല്ലേ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും അങ്ങ് വന്ന് പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം. ആ വാക്ക് തന്നെയാണ് യാത്ര പെടുന്നു. അങ്ങ് അവിടെ വരുന്നു, പിന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കംപ്ലീറ്റ്ലി മാറുകയാണ്. ഇപ്പോൾ ഒരു റീസെൻ്റ് എക്സാമ്പിൾ അങ്ങ് നമ്മൾ അതിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ എങ്കിലും ഈ ഒരു അവസരമായി പറയും. ഇപ്പം നമ്മൾ തിരുനാവായയിൽ കേരള കുംഭമേള അതുപോലും എന്താ പറയുക അങ്ങനൊരു നിയോഗം അങ്ങനെ പറഞ്ഞതിൽ ഒരു കൂട്ടിച്ചേർക്കലല്ല ആയിട്ട് തന്നെ പറയാം അല്ലേ? അതങ്ങനെയല്ല. അങ്ങേക്ക് അങ്ങനെ തോന്നാറില്ലേ? ഒരു പല സ്ഥലങ്ങളും അങ്ങ് വന്ന് ഭവിക്കുന്നു, പിന്നെ അവിടെ അങ്ങേക്ക് ഇരിക്കാനോ നിൽക്കാനോ ചിന്തിക്കാനോ സമയമില്ലാത്ത പോലെ. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ചേർത്ത് വായിക്കുന്നത്. അതായത് എത്രയോ മഹാത്മാക്കളുടെ സങ്കല്പങ്ങളാണ് ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക മാധ്യമങ്ങളിൽ കൂടെ നമുക്കൊരു മാധ്യമമാണ് ആ ശരീരങ്ങളിൽ കൂടെ പ്രകടമാകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ തിരുനാവായിലുള്ളൊരു കാര്യമാണെങ്കിലും ഈ ഒരു വർഷം അവിടെ നടന്നു വരാറുള്ളൊരു കാര്യത്തെ ഒന്ന് ഈ കുംഭമേളകളുടെയൊക്കെ ഒരു സ്ട്രക്ചറിലേക്ക് ഒന്ന് ചിട്ടപ്പെടുത്തുക, ചെറിയ രീതിയിൽ ഇങ്ങനൊരു കാര്യം അവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാവുന്ന കുറച്ച് പേരോട് പറയുക, കുറച്ച് പേര് വന്ന് ആ കാര്യം തവണ നടന്നു പോവുക. അങ്ങനെ ഒരു 3-4 വർഷം കൊണ്ടൊക്കെ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് അതിനെ കൊണ്ടുപോവുക എന്നാണ് നമ്മൾ അതിൽ ചെല്ലുന്ന സമയത്ത് മനസ്സിൽ ആലോചിച്ചൊരു കാര്യം. പക്ഷേ അത് ആലോചിച്ച് കഴിയുമ്പോഴേക്കും അത് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരിക, അതിപ്പോൾ നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്ന് പറയുന്ന, അതായത് ആ ഒരു ഗൗരവത്തിൽ മനസ്സിലായി, ആ ഒരു ഗൗരവത്തിൽ നമുക്ക് അതിൻ്റെ സമയം കൊണ്ടും മറ്റുള്ള കേരളത്തിൻ്റേതായിട്ടുള്ള മറ്റുള്ള ലിമിറ്റേഷൻസ് കൊണ്ടും ഒക്കെ ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളായിരിക്കുന്ന അതേ ഒരു സംഗതിയിൽ അതവിടെ നടക്കാൻ എങ്ങനെ നടക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അപ്പോഴും കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. അപ്പോൾ അതൊക്കെ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നതല്ല, പ്ലാൻ ചെയ്യുന്നതല്ല. ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞത് നമ്മൾ പ്രയാഗ്രാജ് കുംഭമേളയിലും നമ്മൾ ചെയ്തത്, നമ്മളൊരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഈ കുംഭമേളകളിൽ എല്ലാവരും സന്യാസിമാർ കൂടിയിരിക്കുമ്പോൾ 2 കാര്യം പ്രധാനമായിട്ടും പറയും. ശങ്കരാചാര്യർ വന്ന് ഇതൊക്കെ വ്യവസ്ഥ ചെയ്തിട്ട് പോയി, പിന്നെ ഒരു മലയാളി ഇങ്ങോട്ട് കടന്നിട്ടില്ല എന്ന്. രണ്ടാമത് ഭാരതം മുഴുവൻ സന്യാസിമാർ പരിവർത്തനം ചെയ്യും, ശങ്കര ജന്മഭൂമിയിൽ സന്യാസിമാർക്ക് പരിവർത്തനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സന്യാസിമാർ വന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥയുമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ശങ്കര ജന്മഭൂമിയിൽ നിന്ന് അങ്ങിപ്പോൾ കുംഭമേളയിൽ വരികയാണ്, അല്ലെങ്കിൽ അമർനാഥ് തീർത്ഥാടനം നടത്തുകയാണ്, അല്ലെങ്കിൽ കാശിയിൽ വരികയാണ്, അവിടെയൊക്കെ ഓരോ നാട്ടിലെയും ഒരുപാട് ആസ്തികരായിട്ടുള്ള സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ ഒരുപാട് സേവ ചെയ്യുന്നത് കാണാം. പ്രയാഗ്രാജ് കുംഭമേളയിലൊക്കെ രാവിലെ ഒരു കെട്ട് നോട്ടുമായി ആ തണുപ്പത്ത് നിന്ന് അവിടെ വൃത്തിയാക്കുന്ന ആളുകൾക്ക് ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് പോകുന്ന ആളുകൾ, ക്ലീനിങ് സ്റ്റാഫിന്, അങ്ങനെയുള്ള സർവീസ് ചെയ്യുന്ന പല രാജസ്ഥാനിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്, കർണാടകത്തിൽ നിന്നൊക്കെ. പക്ഷേ ശങ്കര ജന്മഭൂമിയിൽ നിന്ന് മാത്രമാണ് അങ്ങനെയുള്ളൊരു ഇതില്ലാത്തത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടും തന്നെ പല സമയങ്ങളിൽ നമ്മളുമായിട്ട് ബന്ധമുള്ള കേരളത്തിലെ ആളുകളോട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, നമ്മളെല്ലാ സഹായവും ചെയ്യാം. കാരണം അഖാഡയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുള്ളതുകൊണ്ട് നേരിട്ട് ചെയ്യുക എന്നുള്ളത് ഒത്തിരി പ്രയാസമാണ്. പക്ഷേ നമുക്കൊരാൾ അവിടെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും.
അപ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്യാം. ഇങ്ങനൊരു ശിബിരവും മറ്റുള്ള സംവിധാനമൊക്കെ ചെയ്യാം. പല പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ഓരോ തവണയും നമ്മൾ ഇത്തവണ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷേ ആ നടക്കേണ്ട ഘട്ടം വരുമ്പോൾ പല പല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇവിടെ നിന്ന് അവിടെ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് അടുത്ത തവണയാവാം എന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒതുങ്ങാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇത് തവണ നമ്മളൊരു ശിബിരം ഉണ്ടാക്കിയിട്ട് അതങ്ങ് അത് അങ്ങനെ ഒരു ഇതില്ല, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അഖാഡയുടെ ഔദ്യോഗികമായിട്ട് കുംഭമേളയിൽ കേരളത്തിൻ്റെ ശങ്കര ജന്മഭൂമിയിൽ നിന്നുള്ളൊരു ശിബിര വ്യവസ്ഥയും അതിൻ്റെ സ്നാനവും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കലും കാര്യങ്ങളും ആവാം എന്നാലോചിച്ചിട്ടാണ് ഇത്തവണ അത് ചെയ്യുന്നത്. അപ്പോൾ അതിലും യാത്രാ സൗകര്യങ്ങളൊന്നും നമ്മൾ നേരിട്ട് ഏർപ്പെടുത്തുകയല്ല, അത് ഏർപ്പെടുത്തുന്ന ആളുകൾക്ക്, അങ്ങനെ ഒരുപാട് പേരെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടും ആ ഏർപ്പെടുത്തുന്ന ആളുകൾക്ക് എങ്ങനെയാണത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ താമസവും ഭക്ഷണവും അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അതാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 2001 തൊട്ടുള്ള എല്ലാ കുംഭമേളകളിലും, അത് ആദ്യത്തെ കുംഭമേള കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ നമ്മൾ നാസിക്, ഉജ്ജയിൻ, ഹരിദ്വാർ തുടങ്ങി എല്ലാ കുംഭമേളകളിലും പങ്കെടുക്കാറുണ്ട്. എല്ലായിടത്തും മുംബൈ മലയാളികളായിട്ടും ഡൽഹി മലയാളികളും ഒക്കെ ആയിട്ടും ഒരു 500-1000 പേരൊക്കെയാണ് വരാറ്. അപ്പം അതിനെ ഒരു 10,000 ആക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് തവണ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് 3 ലക്ഷത്തിലധികം ആളുകൾ തീർച്ചയായിട്ടും കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ നമ്മൾ പേര് കേട്ടിട്ട് പോലും ഇല്ലാത്ത ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ മലയാളികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ രീതിയിൽ അത് മാറി.